നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ നാവികർ പണിയെടുക്കുന്ന കപ്പലുകൾക്ക് നേരെ ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് അമേരിക്കൻ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ ഒരിക്കൽ കൂടി ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നേരിട്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ വിളിച്ചിട്ടാണ് ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ അത് ഏത് കാരണം പറഞ്ഞുകൊണ്ടായാലും നീതീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് ഇന്ത്യ ഇപ്പോൾ അമേരിക്കയെ അറിയിച്ചിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതായും ഇത്തരം കാര്യങ്ങൾ വലിയ അനാവശ്യമായ സംഘർഷത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്നുമാണ് ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്ക ആക്രമിച്ചിട്ടുള്ളത് ഇന്ത്യൻ പതാക വഹിക്കുന്ന കപ്പലുകളെയല്ല, മറിച്ച് ആ കപ്പലുകളെല്ലാം മറ്റ് രാജ്യങ്ങളുടെ പതാക വഹിക്കുന്ന കപ്പലുകളാണ്. പക്ഷേ ഈ കപ്പലുകൾ നിയന്ത്രിച്ചിരുന്നത്, ഈ കപ്പലുകളിൽ പണിയെടുത്തിരുന്നത് മുഴുവനായും ഇന്ത്യക്കാരായിട്ടുള്ള ക്രൂ മെമ്പേഴ്സായിരുന്നു, നാവികരായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹോർമൂസ് കടലിടുക്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി അമേരിക്ക നാവിക ഉപരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ തുറമുഖങ്ങളെ ലക്ഷ്യമാക്കി കപ്പലുകൾക്ക് പോകാൻ കഴിയില്ല. ഇറാൻ തുറമുഖത്തേക്ക് എണ്ണ വാങ്ങാൻ പോകുന്ന കപ്പലുകളെയാണ് അമേരിക്ക ഇത്തരത്തിൽ തടഞ്ഞ് തിരിച്ചയക്കുന്നത്. ചില കപ്പലുകൾ അമേരിക്ക പിടിച്ചെടുക്കുകയും പോലും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അമേരിക്കയുടെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ചില കപ്പലുകൾ മുന്നോട്ട് പോവുകയാണെന്നും ഇത് ഇറാൻ്റെ എണ്ണ കള്ളക്കടത്ത് ഫ്ലീറ്റിലെ കപ്പലുകളാണ് എന്നുമാണ് അമേരിക്ക വിലയിരുത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കപ്പലുകളോട് അവിടെ ആ ഭാഗത്ത് കൂടെ പോകരുത്, അത് മറ്റൊരു സുരക്ഷിത പാതയിലൂടെ പോകണമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷേ അമേരിക്കയുടെ ഉപരോധ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഈ കപ്പലുകൾ മുന്നോട്ട് പോകുന്നു. അമേരിക്കയുടെ നിർദ്ദേശം പാലിക്കുന്നില്ല. അതുകൊണ്ടാണ് അമേരിക്ക വെടിവെച്ചത് എന്നാണ് അമേരിക്കൻ കേന്ദ്രങ്ങൾ നൽകുന്ന വിശദീകരണം. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളിൽ നിന്നാണ് മിസൈൽ പ്രയോഗമാണ് ഈ കപ്പലുകൾക്ക് നേരെ നടന്നിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട അപകടം നടന്നിരിക്കുന്നത് MT സെറ്റബെല്ലോ എന്ന് പറയുന്ന ഒരു വാണിജ്യ കപ്പലാണ്. ഇത് ടാങ്കറാണ്, ഓയിലുമായി വരുന്ന ടാങ്കറാണ്. ഈ കപ്പലിൻ്റെ അടിത്തട്ടിൽ വലിയ വിടവ് അമേരിക്കയുടെ മിസൈൽ ആക്രമണം കാരണം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഉടൻ കപ്പൽ മുങ്ങിത്തുടങ്ങുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് 3 നാവികർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ഉടൻ തന്നെ അടിയന്തര സന്ദേശം ബോംബെയിലെ കോസ്റ്റ് ഗാർഡിന് ലഭിക്കുന്നു. കോസ്റ്റ് ഗാർഡ് ഒമാൻ മിലിറ്ററിയുമായി ചേർന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. ആ കപ്പലിലുണ്ടായിരുന്നത് 24 നാവികരായിരുന്നു. അതിൽ 21 പേരെയും ഒമാൻ സേന രക്ഷപ്പെടുത്തുന്നു. പക്ഷേ 3 പേരെ കാണാനില്ല എന്ന സാഹചര്യം ഉരുത്തിരിയുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ കാണാനില്ലാത്തവരെല്ലാം മരിച്ചു എന്ന സ്ഥിരീകരണം വരുന്നു. ഈ കാണാനില്ലാത്തവരെല്ലാം 3 പേരും ഇന്ത്യക്കാരായിരുന്നു, മരിച്ചവരെല്ലാം 3 പേരും ഇന്ത്യക്കാരായിരുന്നു. അങ്ങനെ ആൾനാശം ഉണ്ടായതുകൊണ്ടാണ് ഇന്ത്യ ശക്തമായ പ്രതിഷേധം ഒരിക്കൽ കൂടി അറിയിച്ചത്. ഈ കപ്പലാക്രമണങ്ങളിൽ 8-ാം തീയതി മുതൽ 11-ാം തീയതി വരെ 3 കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. അതിനു മുമ്പും ചില കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നതോടുകൂടിയാണ് ഇന്ത്യ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. നേരത്തെ മറ്റൊരു കൊച്ചിയിലേക്കുള്ള ഒരു കപ്പലിന് നേരെ അമേരിക്കൻ മിസൈൽ ആക്രമണം നടന്നിരുന്നു. പക്ഷേ മിസൈലിൻ്റെ വാർഹെഡ് അതിൽ സ്ഫോടനമുണ്ടായില്ല. പക്ഷേ പൊട്ടാത്ത മിസൈലുകളുമായി ജീവൻ പണയം വെച്ചുകൊണ്ടാണ് കൊച്ചി വരെ ആ കപ്പലുകൾ എത്തിയത്. പിന്നീട് ആ കപ്പലിൽ ഇന്ത്യൻ നാവികസേനയുടെ രക്ഷാപ്രവർത്തനം നടക്കുകയും ഒരു കേടുപാടുകളും കൂടാതെ ആ പൊട്ടാത്ത മിസൈലിൻ്റെ ഭാഗം അവിടെ നിന്ന് ഇന്ത്യൻ നാവികസേന നിർവീര്യമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത് എണ്ണക്കടത്ത് അല്ലെങ്കിൽ ചരക്ക് കടത്തിൻ്റെ ഭാഗമായി ഉള്ള ഈ വാണിജ്യ കപ്പലുകളുടെ ആ നീക്കത്തെ അമേരിക്ക ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല എന്ന ശക്തമായ ഒരു സന്ദേശമാണ് ഇപ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും, അതായത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി നേരിട്ട് തന്നെ മാർക്കോ റൂബിയോ എന്ന അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയെ അറിയിച്ചിരിക്കുകയാണ്. വിദേശ പര്യടനത്തിലാണ്, ഫിൻലൻഡ് പര്യടനത്തിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യക്കാർ പണിയെടുക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കാർ നാവികരായിട്ടുള്ള കപ്പലുകൾക്ക് നേരെ അത്തരത്തിലുള്ള ആക്രമണം കാരണം ആൾനാശം ഉണ്ടാകുന്നത് നിരാശാജനകമാണെന്നുമാണ് ഇപ്പോൾ ഇന്ത്യ അമേരിക്കയെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ആക്രമണം നടന്ന ഉടൻ തന്നെ ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുന്നത്. ഇത്തരത്തിൽ അമേരിക്കൻ സ്ഥാനപതി, അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥൻ മറ്റൊരു രാജ്യത്തിൽ ഔദ്യോഗിക സന്ദർശനത്തിലാണ്. അതുകൊണ്ട് തന്നെ ചാർജ് d'Affaires-നെയാണ് 2 തവണയും ഇന്ത്യ വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി തന്നെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയെ നേരിട്ട് അവരുടെ പ്രതിഷേധം അറിയിച്ചത്.